കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യ ഭരണകൂടത്തിന്റെ തലവനായ ഡഗ് ഫോർഡും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാക്പോര് വടക്കേ അമേരിക്കൻ രാഷ്ട്രീയ സാമ്പത്തിക വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന താരിഫ് തർക്കങ്ങളും വ്യാപാര മേഖലയിലെ അസ്വസ്ഥതകളും മുൻപെങ്ങുമില്ലാത്ത വിധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. പരസ്പരമുള്ള സാമ്പത്തിക ആശ്രിതത്വം നിലനിൽക്കുമ്പോഴും ശക്തമായ ഭാഷയിലാണ് ഡഗ് ഫോർഡ് അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങളെ വിമർശിക്കുന്നത്. US കാനഡ വ്യാപാര ബന്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ഒരു കരാർ രൂപീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഫോർഡ് വ്യക്തമാക്കുന്നു. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉയർന്ന നികുതി നിരക്കുകളും താരിഫ് ഭീഷണികളും കാനഡയുടെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത്തരമൊരു നിലപാട് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിർത്തി കടന്നുള്ള ഉൽപ്പന്ന നീക്കത്തെ തടസ്സപ്പെടുത്തുന്നത് ഇരുവശത്തുമുള്ള വ്യവസായങ്ങളെയും തൊഴിലാളികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കും. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഡഗ് ഫോർഡ് നടത്തിയ ഒരു പരിഹാസ പരാമർശമാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ട്രംപിന്റെ നയങ്ങളെയും അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളെയും ലക്ഷ്യമിട്ട് ഫോർഡ് നടത്തിയ വി ഡ്രോൺ തമാശകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തി. ട്രംപിന്റെ ഡ്രോണുകൾ അതിർത്തി കടന്ന് എത്തുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സർക്കാസ്റ്റിക് പരാമർശം രാഷ്ട്രീയ ശത്രുതയ്ക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു മാനം നൽകിയിരിക്കുകയാണ്. തികച്ചും ഗൗരവകരമായ ഒരു സാമ്പത്തിക വിഷയത്തിനിടയിൽ ഉയർന്നുവന്ന ഈ രാഷ്ട്രീയ പരിഹാസം അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധ പിടിച്ചടക്കി. നയതന്ത്ര തലത്തിൽ സാധാരണയായി കാണാറുള്ള ഔപചാരികതകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഫോർഡിന്റെ ഈ പ്രതികരണം. ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മകമായ പ്രസംഗ ശൈലിയെയും രാഷ്ട്രീയ ശൈലിയെയും അതേ നാണയത്തിൽ നേരിടാനാണ് ഫോർഡ് ശ്രമിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത് കേവലം ഒരു തമാശ മാത്രമായി തള്ളിക്കളയാൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിനും വഴിവെക്കുന്നതാണ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ. കാനഡയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ കടുത്ത നികുതി ചുമത്തി തടയാൻ ശ്രമിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും വിപണിയിൽ അസ്ഥിരത സൃഷ്ടിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ കനേഡിയൻ പ്രവിശ്യ തലവന്മാർ തങ്ങളുടെ നിർണായക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി മുന്നോട്ട് വന്നത് സ്വാഭാവികമാണ്. വരാനിരിക്കുന്ന US മിഡ് ടേം തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവനയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ ജനത തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുമ്പോൾ അതിർത്തിയിലെ സാമ്പത്തിക അസ്വസ്ഥതകളും താരിഫ് തർക്കങ്ങളും പ്രധാന പ്രചാരണ വിഷയമായി മാറുകയാണ്. കാനഡയുമായുള്ള വ്യാപാര യുദ്ധം അമേരിക്കൻ നിർമ്മാണ മേഖലയെയും ഉപഭോക്തൃ വിപണിയെയും എപ്രകാരം ബാധിക്കുമെന്നത് വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനിടയുണ്ട്. ഡഗ് ഫോർഡിന്റെ കർശന മുന്നറിയിപ്പ് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ വ്യാപാര അഭിവൃദ്ധി മാത്രം ലക്ഷ്യമിട്ട് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ സഖ്യരാഷ്ട്രങ്ങളെ അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ എന്ന സന്ദേശമാണ് ഫോർഡ് നൽകുന്നത്. പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു വ്യാപാര കരാറിലെത്താൻ അമേരിക്ക തയ്യാറാകണമെന്ന ആവശ്യമാണ് ഒന്റാറിയോ പ്രവിശ്യ ഉന്നയിക്കുന്നത്. അമേരിക്കയും കാനഡയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സാമ്പത്തിക പൊരുത്തത്തെ തകർക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിന്മാറണമെന്ന് ഫോർഡ് വ്യക്തമായി ആവശ്യപ്പെടുന്നു. വിതരണ ശൃംഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഏകപക്ഷീയമായ തീരുമാനവും വിജയം കാണില്ല. കാനഡയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഇല്ലാതെ അമേരിക്കൻ വ്യവസായങ്ങൾക്ക് പൂർണ്ണതോതിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന വസ്തുത അദ്ദേഹം എടുത്തു പറയുന്നു. വാഷിംഗ്ടണും ഓട്ടവയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം വലിഞ്ഞു മുറുകിയ ഘട്ടത്തിലാണ് നിലവിലെ സാഹചര്യം എത്തി നിൽക്കുന്നത്. സാമ്പത്തിക ഭീഷണികളെ ചെറുക്കാൻ കാനഡയും സജ്ജമാകണമെന്ന ധ്വനിയാണ് ഫോർഡിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയും സമാനമായ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തിയാൽ അത് വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഈ വാഗ്വാദങ്ങൾ വടക്കേ അമേരിക്കൻ സാമ്പത്തിക മേഖലയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. വിപണിയിലെ അനിശ്ചിതത്വം നിക്ഷേപകരെയും വ്യവസായികളെയും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഡഗ് ഫോർഡിനെ പോലുള്ള നേതാക്കൾ പരസ്യമായി രംഗത്തു വരുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്മേൽ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ട്രംപിന്റെ ട്രേഡ് പോളിസികൾക്കെതിരെ കാനഡയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നുവരുന്നത്. വ്യാവസായികമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്റാറിയോയുടെ നിലപാട് ഇതിൽ വളരെ നിർണായകമാണ്. ഫോർഡിന്റെ ഈ തുറന്നുറച്ചുള്ള നിലപാടുകൾ കാനഡയിലെ മറ്റ് നേതാക്കൾക്കും ട്രംപിനെതിരെ നിലപാടെടുക്കാൻ ധൈര്യം നൽകുന്നുണ്ട്.
അമേരിക്കൻ മിഡ് ടേം തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര തലത്തിലെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കാനഡയെ പോലുള്ള അടുത്ത സൗഹൃദ രാജ്യങ്ങളുമായി തർക്കത്തിലേർപ്പെടുന്നത് അമേരിക്കൻ വോട്ടർമാർക്കിടയിലും സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിലെ വ്യവസായങ്ങളെയും കർഷകരെയും ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട്. വ്യാപാര തർക്കങ്ങൾ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. എന്നാൽ കാനഡയുടെ പരമാധികാരത്തിനെയും സാമ്പത്തിക താൽപര്യങ്ങളെയും പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഡഗ്ഫോർഡ് നൽകുന്നത്. അമേരിക്ക അവരുടെ നിലപാടുകളിൽ അയവ് വരുത്താൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ട്രംപിനെതിരെയുള്ള ഫോർഡിന്റെ പരിഹാസവും മുന്നറിയിപ്പും അമേരിക്കയും കാനഡയും തമ്മിലുള്ള വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചിത്രത്തെ തികച്ചും ആകാംക്ഷഭരിതമാക്കുന്നു. മാധ്യമ ശ്രദ്ധ നേടാനും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഫോർഡിന് ഈ നീക്കത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ US ഭരണകൂടത്തിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടു പോകുന്നത്. ഡഗ്ഫോർഡിന്റെ പ്രസ്താവന വെറുമൊരു വാക്കേറ്റമല്ല, മറിച്ച് വടക്കേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുന്ന പുതിയൊരു സാമ്പത്തിക ധ്രുവീകരണത്തിന്റെ തെളിവാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ കാനഡ ഉയർത്തുന്ന ശബ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ കനക്കാനാണ് സാധ്യത. മിഡ് ടേം തിരഞ്ഞെടുപ്പും താരിഫ് യുദ്ധവും ഒത്തുചേരുന്ന ഈ ഘട്ടത്തിൽ വാഷിംഗ്ടണും ഓട്ടവയും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കും.